1.7 ഇൻറ്റു 0.0028 ബൈ 0.068 ഇൻറ്റു 0.014. അംശത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 4 സ്ഥാനം. അപ്പം ആകെ 1 4 5 ദശാംശ സ്ഥാനം ഉണ്ട് ന്യൂമറേറ്ററിൽ, അംശത്തിൽ. ഛേദത്തിലാകെ ഇവിടെ 3 ദശാംശ സ്ഥാനം, ഇവിടെയും 3 ദശാംശ സ്ഥാനം, കൂട്ടുമ്പോൾ 3 3 6 ദശാംശ സ്ഥാനം. ഇപ്പം അംശത്തിലാണോ ഛേദത്തിലാണോ ദശാംശ സ്ഥാനം കൂടുതൽ നോക്കുക? ഛേദത്തിലാണ് കൂടുതൽ. അതുകൊണ്ട് ഛേദത്തിലത്തെ ഈ 6 ദശാംശ സ്ഥാനം നീക്കിക്കളയുക. ഇവിടുത്തെ 3 ദശാംശ സ്ഥാനം നീക്കിക്കളഞ്ഞാൽ ഇവിടുത്തെ സംഖ്യ 68 എന്നാകും. ഇൻറ്റു ഇവിടുത്തെ 3 ദശാംശ സ്ഥാനം നീക്കിക്കഴിഞ്ഞാൽ സംഖ്യ 14 എന്നാകും. ബൈ ഛേദത്തിൽ 6 ദശാംശ സ്ഥാനം നീക്കുമ്പോൾ അംശത്തിലും 6 സ്ഥാനം നീക്കണം. പക്ഷെ ഇവിടെ 5 സ്ഥാനമേ ഉള്ളൂ, ഒരു സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഒരു 0 ഒന്നുകിൽ ഇവിടെ ചേർക്കുക അല്ലെങ്കിൽ ഇവിടെ ചേർക്കുക. ഇപ്പം ഇവിടെ ചേർക്കുകയാണെങ്കിൽ ദശാംശം നീക്കിക്കളയുമ്പോൾ ഇവിടെ 170 എന്ന് വരും. 170 ഇൻറ്റു ഇവിടെ ദശാംശം നീക്കിക്കളഞ്ഞാൽ 28. നമുക്കിനി വെട്ടിച്ചുരുക്കുമ്പോൾ 14ഉം 28ഉം വെട്ടിച്ചുരുക്കുമ്പോൾ 24 28. 68ഉം 170 കൂടി 17 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 4 17 68. 10 ഇൻറ്റു 17 170. ഈ 2ഉം 4ഉം വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 10 ബൈ 2 ഉത്തരം 5.